ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നെന്താ ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഈ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. എന്നാ വരി. അപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ്. അപ്പം ഞാനിതാ ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒരു മിക്സിയുടെ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അപ്പത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് അരച്ചെടുക്കാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ നേരത്തെ റവ എടുത്ത ആ കപ്പ് ഉണ്ടല്ലോ, അതേ കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് അത്യാവശ്യം ഒരു കട്ടിയുള്ള രൂപത്തിലാണ് ഉണ്ടാവല്. അപ്പം നമുക്ക് ഈ മാവ് ഒരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാനിതാ മാവ് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടാ. കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടാ. അങ്ങനെ ഞാനിതാ 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ മാവൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ടില്ലേ, മാവ് അത്യാവശ്യം ഒരു കട്ടിയിലാണ് ഇട്ടുള്ളത്. അരിപ്പൊടി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ, റവ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ടിയിലിരിക്കണത്. അപ്പം ഇങ്ങനെയാണ് ഇട്ടത് മാവ് വേണ്ടത്. അപ്പം മാവൊക്കെ ഇവിടെ സെറ്റായിക്കണേ. എന്നാൽ വരി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാനൊക്കെ നല്ലോണം ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ പാനൊക്കെ ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു തവി മാവ് ഈ പാനിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അല്ലാതെ ദോശക്കൊക്കെ പരത്തണ പോലെ ഒന്നാകെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കനം കുറച്ചാൽ മാത്രം മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൽ ബബിൾസൊക്കെ വരും. അങ്ങനെ നല്ലോണം ബബിൾസൊക്കെ വന്നതിന് ശേഷം തീ പറ്റി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുറച്ച് നേരിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞില്ല ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ റെഡി ആവൂട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ല, ഇപ്പം തന്നെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ മതി. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ നിറച്ച് ഹോൾസൊക്കെ ഇങ്ങനെ വന്നാൽ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അല്ലേ. നല്ല പഞ്ഞി പോലെ ഇരിക്കണത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടാ. തലേ ദിവസം അരി വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും അടിക്കണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതേപോലത്തെ ഈസി റെസിപ്പികളൊക്കെ കാണാനും വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളി. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കാളി. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. പിന്നെ ഒരു കാര്യം, ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.